നമസ്തേ, എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഇപ്പോൾ ഇന്ന് നമ്മൾ യോഗ അഭ്യസിക്കുന്നതിന് മുന്നേ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അറിഞ്ഞിട്ട് നമുക്ക് യോഗാസനത്തിലേക്ക് കിടക്കാം. ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന യോഗാസനത്തിൻ്റെ പേര് വിപരീതകരണി എന്നാണ്. അപ്പോൾ വിപരീതകരണി എന്ന് പറയുന്നത് യോഗാസനമാണെന്നും യോഗമുദ്രയാണെന്നുള്ള അഭിപ്രായമുണ്ട്. എന്തായാലും അത് യോഗാസനത്തിൻ്റെ ഈ രണ്ട് ഗണത്തിലും പെടുന്നുണ്ട്. സ്ത്രീകൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു യോഗാസനമാണിത്, അല്ല വിപരീതകരണി ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ആർത്തവ വിരാമം, അതുപോലെ തന്നെ യൂട്രസിലെ ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ ദൂരീകരിക്കാൻ കൃത്യമായി ചെയ്താൽ മാറ്റം ഉണ്ടാകുമെന്ന് ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിച്ച് നമ്മളുടെ ഒരു അലസത, ഒരു മന്ദത ഒക്കെ ഉണ്ടല്ലോ, അതകറ്റാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദഹന പ്രക്രിയയെ ശക്തിപ്പെടുത്തുന്നു, വിശപ്പ് വർദ്ധിപ്പിക്കുന്നു. അതുപോലെ സാധാരണ വിളർച്ച എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നൊരു ഇതാണ്, രക്തഓട്ടം മുഖത്തേക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ മുഖത്തേക്ക് രക്തഓട്ടം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഗർഭിണികൾക്ക് പോലും ഇത് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കൊരു പ്രത്യേകതരം തലയണയുണ്ട്. ആ തലയണ ഉപയോഗിച്ചാൽ, ഈ ഉയരം കുറഞ്ഞ തലയണ ഉപയോഗിച്ചാണെങ്കിൽ ചെയ്യാം. അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യാൻ പാടുള്ളൂ, ഡോക്ടറുമായിട്ട് സംസാരിച്ചതിന് ശേഷം. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ ഹൈ പ്രഷറുള്ള ആൾക്കാർ, ലോ പ്രഷറുകാരെ സംബന്ധിച്ച് പ്രശ്നമല്ല, ഹൈ പ്രഷറുള്ള ആൾക്കാർ, അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖമുള്ള ആൾക്കാർ, ഈ കൂട്ടർ ഈ വിപരീതകരണി ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ ഇത് ചെയ്യുമ്പോൾ തലയിലൊരു ഭാരം തോന്നുന്നതായിട്ട് അനുഭവപ്പെട്ടാൽ അന്നേരം അത് ഒഴിവാക്കുകയും വേണം. തുടക്കക്കാർ ഒരു 3 മിനിറ്റെങ്കിലും ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത് എത്ര സമയം വേണമെങ്കിലും ചെയ്യാം, അവനവൻ്റെ ശാരീരിക അവസ്ഥ അനുസരിച്ചിട്ട് എത്ര സമയം വേണമെങ്കിലും ചെയ്യാം. ചെയ്തതിന് ശേഷം നന്നായിട്ട് ശവാസനത്തിൽ അല്ലെ വിശ്രമാസനത്തിൽ കുറച്ച് സമയം കിടക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ 2 തരത്തിൽ ചെയ്യാം. അത് ഞാൻ കുറച്ച് യോഗാസനമൊക്കെ നമ്മൾ പരിശീലിച്ചല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ യോഗാസനം പരിശീലിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇത് ചെയ്യുമ്പം ചില വിഷമങ്ങൾ അനുഭവിക്കുന്നത്, കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ആൾക്കാർക്ക് ഞാൻ രണ്ടാമതൊരു രീതി കാണിച്ചു തരാം. ചുമരിൻ്റെ ഒക്കെ സഹായത്തോടെ നമുക്ക് അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് 2 രീതിയും കാണിച്ചു തരാം. മലർന്ന് കിടന്നിട്ടാണ് ഈ യോഗാസനം ചെയ്യുക. പേരൊരിക്കൽ കൂടെ പറയാം, വിപരീതകരണി. ഇത് ഒരു യോഗാസനമാണെന്നും ഇത് യോഗമുദ്രയാണെന്നും അഭിപ്രായമുണ്ട്. എന്തായാലും ഇത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പേരിലല്ലല്ലോ പ്രത്യേകത, അതിൻ്റെ ഗുണമാണല്ലോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. മലർന്ന് കിടന്നാണ് ചെയ്യുക.
ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മലർന്ന് കിടക്കുന്നു, കൈകൾ രണ്ട് വശങ്ങളിൽ, കാലുകൾ ചേർത്ത് വെച്ചു. ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ കാലുകൾ രണ്ടും ഉയർത്തുന്നു. അതിനുശേഷം നമ്മുടെ അരഭാഗവും പൊക്കുകയാണ്. അപ്പോൾ കുറച്ച് കാലം പുറകോട്ട് കൊണ്ടുവരിക. പിന്നെ ഇങ്ങനെ തന്നെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ ഇങ്ങനെ തന്നെ നിൽക്കാം. പക്ഷെ അത് കുറച്ചുകൂടെ പൊങ്ങി വരണം. കാരണം നമ്മുടെ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇവിടെ ഒരു ആംഗിൾ വരണം, മറ്റേതൊരു 45 ഡിഗ്രിയിലേക്ക് വരണം. അന്നേരം ഇവിടെ നമ്മളൊരു സപ്പോർട്ട് കൊടുത്താൽ, കൈ കൊണ്ട് ഒരു സപ്പോർട്ട് കൊടുത്താൽ കാല് കുറച്ചുകൂടെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ വിപരീതമായിട്ട്, കാരണം കഴുത്തിൻ്റെ അവിടെ നിന്ന് അരവരെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് എതിർ ദിശയിലേക്ക് അര മുതൽ കാൽ മുഴുവൻ. അപ്പം നമ്മുടെ ദൃഷ്ടി നേരെ മുകളിലോട്ട്, അതായത് നമ്മുടെ കാലിൻ്റെ അറ്റത്തേക്കാണ് നോട്ടം ഉണ്ടാവുക. അത് വന്നതിന് ശേഷം നോർമൽ ശ്വാസോച്ഛ്വാസം, സാധാരണ ശ്വാസോച്ഛ്വാസം. ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാം. പക്ഷേ അത് കുറച്ച് സ്ട്രെയിനാണ്. അതിന് കൂടുതൽ സമയം നിൽക്കാൻ നമുക്ക് ഇത് തന്നെയാണ് സഹായിക്കുക. അതിനുശേഷം നമ്മൾ ബാലൻസ് ചെയ്യാൻ കാല് കുറച്ചുകൂടെ പുറകോട്ട് കൊണ്ടുപോവുക, കൈകൾ തറയിൽ പതിപ്പിക്കുക, സാവധാനം മടങ്ങി വരിക. ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ ശവാസനം അല്ല വിശ്രമാസനം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇനി ഇങ്ങനെ അധികം നേരം നിൽക്കാൻ സാധിക്കാത്ത ആൾക്കാർക്ക്, അതുപോലെ ഗർഭിണികളൊക്കെ ആണെങ്കിൽ അവരെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അവർക്ക് ഒരു ഭിത്തിയുടെ സഹായത്താൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിയുന്നതും ഭിത്തിയോട് ചേർന്ന് അങ്ങനെ കിടക്കുക, മലർന്ന് കിടന്ന് തന്നെ അങ്ങനെ കിടക്കുക. കിടന്നതിന് ശേഷം നമ്മൾ ഈ രണ്ട് കാലും ഒരേപോലെ ഉയർത്തി ഭിത്തിയിലോട്ട് പോകുക, കുറച്ചുകൂടെ ചേർന്ന് കിടക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ അങ്ങ് പോകുക. ഇവിടെ ഈ സപ്പോർട്ട് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അതിനാണ് പറയുന്നത്, ഗർഭിണികളൊക്കെ ആണെങ്കിൽ ഈ ഭാഗത്തൊരു തലയിണ വെച്ച് കൊടുക്കുക. ഒരു ട്രയാങ്കിൾ ആകൃതിയിലുള്ള തലയിണ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഗർഭിണികളൊക്കെ ഉപയോഗിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന തലയിണ. ആ തലയിണ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ട് കൊടുത്ത് ചെയ്യുക. അന്നേരം നമ്മുടെ നോട്ടവും കാലിൻ്റെ അറ്റത്തേക്ക്, നോർമൽ ശ്വാസോച്ഛ്വാസം. നേരത്തെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോൾ തലയിലേക്കൊരു ഭാരം വരുന്നതായിട്ട് തോന്നും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അവസാനിപ്പിക്കണം. പതുക്കെ താഴ്ന്ന് കിടക്കാം. ഇതാണ് മറ്റേ രീതിയിൽ ബാലൻസ് ചെയ്ത് ചെയ്യാൻ വിഷമമുള്ള ആൾക്കാർ ഈ രീതിയിൽ ചെയ്ത് ശീലിക്കാം. പിന്നീട് നമുക്ക് ഒരു സഹായമില്ലാതെ, സപ്പോർട്ടില്ലാതെ ചെയ്യാൻ സാധിക്കും. ഇത്രയാണ് ചെയ്യേണ്ടത്.
അപ്പോൾ സൂചിപ്പിച്ചു, നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കും, ഉന്മേഷം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ രക്തചംക്രമണത്തെ ഇത് റെഗുലറൈസ് ചെയ്യും, നല്ല ശക്തിപ്പെടുത്തും. നമ്മളെപ്പോഴും മിക്കപ്പോഴും നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ ഇരിക്കുന്ന അവസ്ഥയൊക്കെ ആകുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം ആ പമ്പിങ്ങിൻ്റെ ശക്തി മാത്രമേ ഉള്ളൂ. ഇതാകുമ്പോൾ കുറച്ച് സമയം നല്ലതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മുഖത്ത് ആ ഒരു രക്തത്തിൻ്റെ പ്രസരിപ്പ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ച യോഗാസനം. നേരത്തെ പറഞ്ഞു യോഗാസനം എന്ന് പറയുമ്പോൾ അതിൽ അഭിപ്രായത്തിൽ വെച്ചപ്പോൾ ഇനി ഒരു മുദ്രയുടെ ഒരു ഭാഗം കൂടിയാണ് വിപരീതകരണി മുദ്രയായിട്ടും പറയപ്പെടുന്നത്. അപ്പോൾ ചെയ്തു നോക്കുക. മുമ്പ് സൂചിപ്പിച്ച പോലെ ഇതൊരു പുതുവർഷമായി. അതുകൊണ്ട് ഇത് എൻ്റെന്നല്ല, നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിന് ഗുണം ഉണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെയൊക്കെ സഹായം അതിന് കിട്ടിയതിൽ സന്തോഷമുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, നിങ്ങൾക്കിത് ഗുണം ചെയ്തു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ നിർത്തട്ടെ. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. നന്ദി, നമസ്തേ.